നമസ്കാരം. LICയുടെ ജീവൻ രക്ഷാ പദ്ധതി എങ്ങനെ മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാകുന്നു? നമുക്കതേക്കുറിച്ചൊന്ന് നോക്കാം. ഈ പദ്ധതിയിൽ നമുക്ക് 13 വർഷം മുതൽ 25 വർഷം വരെയാണ് നമുക്ക് പോളിസിയുടെ കാലാവധിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഇതിലേത് പീരീഡ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും അതിൽ 3 വർഷം കുറവായിട്ട് പ്രീമിയം അടച്ചാൽ മതി. ഒരുപോലെ റിട്ടേൺ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ ഉയർന്ന ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലാനാണിത്. ടേം ഇൻഷുറൻസ് ഒപ്പം സേവിങ്സും കൂടെ ഒരുപോലെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു പദ്ധതി. ഈ പദ്ധതിയിൽ ഒരു വ്യക്തി എടുത്തു, അദ്ദേഹത്തിന് കാലാവധി കഴിയുന്ന സമയത്ത് സാധാരണ എൻഡോമെൻ്റ് പോളിസികൾ കിട്ടുന്ന രീതിയിൽ സം അഷ്യൂർഡും അതിൻ്റെ ബോണസും അതിൻ്റെ ഫൈനൽ അഡീഷണൽ ബോണസ് ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ടാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ ഇൻഷുറൻസ് കവറേജിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ പദ്ധതി എടുത്തു. ഇദ്ദേഹം 25 വർഷത്തെ കാലയളവിലാണ് എടുത്തത്. ഒരു 2 വർഷം കഴിയുന്ന സമയത്ത് ഈ പ്രപ്പോസർക്ക് മരണം സംഭവിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് പദ്ധതികളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് എത്രയാണോ ഇൻഷുറൻസ് കവറേജ് വരുന്നത് ആ എമൗണ്ട് കൊടുക്കും. അതോടുകൂടി ആ പോളിസിയുടെ കാലാവധി അവിടെ കഴിഞ്ഞു. പക്ഷേ ജീവൻ ലക്ഷ്യ പദ്ധതി അവിടെ കഴിയല്ല ചെയ്യുന്നത്, പകരം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അന്ന് മുതൽ ആ പോളിസിയുടെ കാലാവധിയിൽ ബാക്കി 23 വർഷമാണ് പിന്നീട് വരുന്നത്. അതിൽ 22 വർഷവും ഇദ്ദേഹം എത്ര ലക്ഷം രൂപയുടെ പ്ലാനാണോ എടുത്തിട്ടുള്ളത്, അതായത് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് 10 ലക്ഷം എന്നാണ്. ഈ 10 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുക്കുമ്പോൾ അതിൻ്റെ 10% ആയിട്ടുള്ള എമൗണ്ട് 1 ലക്ഷം രൂപ അന്ന് മുതൽ ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നവരെ ഓരോ വർഷവും ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഈ ഓരോ വർഷവും ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം വരെ ഓരോ വർഷം കൊടുക്കും. അതിന് പുറമെ ഇദ്ദേഹത്തിന് പോളിസിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ഈ 10 ലക്ഷത്തിൻ്റെ കൂടെ ആ വർഷത്തെ 1 ലക്ഷം രൂപയും കൂട്ടി 11 ലക്ഷം രൂപ, അതായത് 110% പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് കൂട്ടിയിട്ടുള്ള എമൗണ്ട് കുട്ടിയുടെ പോളിസി കാലാവധിക്ക് വീണ്ടും കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ 2 തവണയാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ഒന്ന്, രക്ഷിതാവിന് മരണം സംഭവിക്കുന്ന സമയത്ത് ഓരോ വർഷവും ഇദ്ദേഹത്തിന് 10% വെച്ചിട്ട് കുട്ടിയുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. രണ്ടാമത് കാലാവധി ആവുന്ന സമയത്ത് വീണ്ടും 110% അതിൻ്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂട്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം കൃത്യമായിട്ട് അവിടെ നടക്കും. മറ്റൊരു പദ്ധതിയിലും ഇന്ന് ഇതുപോലൊരു റിട്ടേൺ കിട്ടുന്ന പദ്ധതിയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പദ്ധതിയിൽ നമ്മൾ ഇതൊരു നോർമൽ ഡെത്ത്, അതായത് ഒരു അസുഖം വന്നിട്ട് മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യം ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഇദ്ദേഹം ആക്സിഡൻ്റ് ഡെത്തും കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇതൊരു ആക്സിഡൻ്റ് ഡെത്തായിട്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ മരണം സംഭവിച്ച ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. അതിന് പുറമെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെനിഫിറ്റ്. ഇനി മൂന്നാമത്, ചില വ്യക്തികൾക്ക് മരണമായിരിക്കില്ല സംഭവിക്കുക, ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് കോമ സ്റ്റേജ് കിടക്കുന്ന ഒരു കണ്ടീഷൻ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ LIC അദ്ദേഹത്തോട് അടുത്ത 10 വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കേണ്ടെന്ന് പറയും. മാത്രമല്ല ഇതിൻ്റെ 10% വെച്ചിട്ട് ഈ വ്യക്തിക്ക് തന്നെ കൊടുക്കും അടുത്ത 10 വർഷങ്ങളിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ മുന്നോട്ട് പോകാനും കുട്ടിയുടെ പഠനം മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് വർഷാവർഷം ഓരോ ലക്ഷം രൂപ കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നടക്കും. ഇനി 10 വർഷം കഴിയുന്ന സമയത്തേക്ക് ഒന്നുകിൽ ഇദ്ദേഹം രക്ഷപ്പെടുക അല്ലെങ്കിൽ മരിച്ചു പോകും. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് അടച്ചോളാൻ പറയും. മരണം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആനുകൂല്യം, അതായത് മരണം സംഭവിച്ച അന്ന് മുതൽ ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നത് വരയ്ക്ക് ഓരോ വർഷം ഇതിൻ്റെ 10% വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കും. കാലാവധിക്ക് വീണ്ടും ഈ 10 ലക്ഷം അതിൻ്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും കൂട്ടിയിട്ടുള്ള എമൗണ്ട് കൊടുക്കും. ഇത് മൂന്നാമത്തെ ബെനിഫിറ്റ്. ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, അതായത് ഗുരുതരമായിട്ടുള്ള
രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതിൽ ചികിത്സാ ചെലവ് കിട്ടാനുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ നമുക്കിതിൽ ആഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും രോഗങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ആ ഇൻഷുറൻസ് കവറേജ് ആയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ എത്രയാണോ അദ്ദേഹം എടുത്തിട്ടുള്ള ആ തുക അവിടെ ലഭിക്കുകയാണ്. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ കാലാവധി കഴിയുന്ന സമയത്ത് അടച്ച പൈസ അതിൻ്റെ ബോണസും കൂടെ കിട്ടുന്നു. ഇനി ഇദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ലോണായിട്ട് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളോ, ഇപ്പോൾ നമുക്കറിയാം കൊറോണ പോലത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ടൈറ്റോ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് എമർജൻസി ആയിട്ടൊരു ചെറിയ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം അടച്ച പൈസയ്ക്ക് ആനുപാതികമായിട്ടുള്ള ലോൺ നിന്ന് എടുക്കാം. ആവശ്യങ്ങൾ കഴിയുന്ന സമയത്ത് തിരിച്ചടയ്ക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ടാക്സ് ബെനിഫിറ്റ് 80C പ്രകാരവും അടയ്ക്കുന്ന സമയത്തും റിട്ടേൺ ലഭിക്കുന്ന സമയത്ത് 10(10D) പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകൾ ഇദ്ദേഹത്തിന് അർഹതയുണ്ട്. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ സറണ്ടർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ KSFE പോലുള്ള ഭാഗങ്ങളിൽ നമുക്ക് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഏത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഇദ്ദേഹത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാം ഇന്ത്യയിൽ മറ്റ് പല പദ്ധതികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടംപോലെ പദ്ധതികളുണ്ട്. ഇവിടെ രക്ഷിതാവിൻ്റെ വരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷിതാവിന് മതിയായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന രീതിയിൽ എടുക്കുന്ന സമയത്ത് ഈ ജീവൻ ലക്ഷ്യ പദ്ധതി മറ്റ് പദ്ധതികളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട് വരുന്നത് എന്തുകൊണ്ടാണ്